ശാസ്ത്ര പ്രവർത്തനങ്ങളും ശാസ്ത്ര വിഷയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഭാരതത്തിലും വിദേശങ്ങളിലുമായിട്ട് 9ഓളം അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൂടാതെ 2 ഫെലോഷിപ്പുകൾ, 60 ബുക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 200 ഓഡിയോ CD-കൾ, 50 VCD-കൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനകം തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ 6000-ഓളം പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ടെലിവിഷൻ മാധ്യമ രംഗത്ത് ഏതാണ്ട് 200 മണിക്കൂറിൽ കൂടുതൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും USA, കാനഡ, UK, മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ നിരവധി തവണ പരിപാടികൾ നടത്തിയിട്ടുള്ളയാളാണ്. ഭാരതത്തിലെയും വിദേശങ്ങളിലെയും മിക്കവാറും സർവകലാശാലകളിൽ അദ്ദേഹം തന്റെ പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. കാനഡയിലെ ആൽബർട്ട യൂണിവേഴ്സിറ്റിയിലെ ഫെലോ കൂടിയാണ് അദ്ദേഹം. ഭാരതത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്, ഭാരതീയ ശാസ്ത്ര പൈതൃക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് എക്സിക്യൂട്ടീവുകൾക്കും മാനേജേഴ്സിനും വിവിധ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും പ്രൊഫസർമാർക്കും ഒക്കെയായി ധാരാളം പ്രഭാഷണ പരിപാടികൾ നടത്തിയിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ നമുക്കേവർക്കും വളരെയധികം ബഹുമാന്യനായ വ്യക്തിയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ നമുക്ക് വേണ്ടി ഇവിടെ പ്രഭാഷണം ആരംഭിക്കുന്നതാണ്. ആരാധ്യനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ബഹുമാനായ സ്കൂൾ മാനേജർ ശ്രീമാൻ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമാൻ മന്നത്ത് ഗോപിനാഥൻ, ബഹുമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാനായ ബോർഡ് അംഗങ്ങളെ, അധ്യാപകരെ, അധ്യാപികമാരെ, അനധ്യാപകരെ, പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ വിശിഷ്ടാതിഥിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ വിഷയം, പ്രഭാഷണത്തിലുള്ള വിഷയം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ത്, അതിനുള്ള പ്രസക്തി എന്ത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇതിനുള്ള പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് വളരെ തിളക്കമാർന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. ഭൂതകാലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 1000 വർഷങ്ങൾക്ക് പുറകോട്ട് 3000-4000 വർഷങ്ങൾ വരെയുള്ള ആ കാലഘട്ടത്തിൽ വളരെയധികം ഉജ്ജ്വലമായ ഒരു കാലമായിരുന്നു.
ഭാരതം എന്ന വാക്ക് തന്നെ ഭാസിൽ രതിക്കുന്നത് വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന രാജ്യം എന്നുള്ള അതിൽ നിന്നാണ് ഭാരതം എന്ന പേര് തന്നെ ഉണ്ടായിരിക്കുന്നത്. വെളിച്ചമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിവിന്റെ പ്രതീകമായിട്ടാണ്. നമ്മുടെ ഋഗ്വേദത്തിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ശാരക്യം എന്ന ശസ്ത്രക്രിയയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വിസ്പല എന്ന ഒരു സ്ത്രീക്ക് ഇരുമ്പ് ഉലക്ക കൊണ്ട് കാല് വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് നമ്മുടെ ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആറ്റത്തിനെ കുറിച്ച് ഈ 20-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാകുന്നതെങ്കിൽ അതിനൊക്കെ ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിവര്യനായ കണാദൻ പദാർത്ഥങ്ങൾ കണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ഗണിതശാസ്ത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആൽജിബ്ര, കാൽക്കുലസ് ഇതൊക്കെ ഭാരതത്തിൽ നിന്നും ഉടലെടുത്തതാണ്. 0 എന്ന അക്കം ആദ്യമായി കണ്ടുപിടിച്ചത് ഭാരതത്തിലാണ്. അതുപോലെ ഇൻഫിനിറ്റി, അനന്തതയെക്കുറിച്ചുള്ള പ്രസ്താവങ്ങൾ നമ്മുടെ ഉപനിഷത്തുകളിലുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഭാരതത്തിന് ശാസ്ത്ര വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ സമയം തന്നെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് എന്റെ പ്രഭാഷണം കേൾക്കാനല്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് ഞാനതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മൂല്യാധിഷ്ഠിതമായ ഒരു സംസ്കാരം. അപ്പൊ അന്നത്തെ ആ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനൊരു 2 വരികൾ രാമായണത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നമ്മളിപ്പോ ഈ കർക്കിടക മാസത്തിലെ എല്ലാ വീടുകളിലും രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നു. അയോധ്യാകാന്ഡത്തില് രാമൻ വനവാസത്തിന് പോകുന്നതിന് മുമ്പായി കൈകേയിയോട് പറയുന്ന 4 വരികൾ: പാവകന്തങ്കൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിൽ ഏതുമേ സംശയം ചേതസി ചെറ്റിൽ എനിക്കെന്നറിയ നീ. കൈകേയിയോട് പറയുകയാണ്. അച്ഛൻ തീയിൽ പ്രവേശിക്കാനായിട്ട് പറയുകയാണെങ്കിൽ യാതൊരു മടിയും എനിക്കില്ല. അച്ഛൻ വിഷം കുടിക്കണം എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ഒരു പിതാവ് തന്റെ പുത്രനോട് ഈ രീതിയിലുള്ള ഒരു ആവശ്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പ്രതികരണമെന്ന് ആലോചിക്കാവുന്നതാണ്. അച്ഛനായിരിക്കും ചിലപ്പം അച്ഛനെ തീയിലേക്ക് ഇട്ട് കൊന്നില്ലെങ്കിൽ അതിശയിക്കാനേ ഉള്ളൂ. അല്ലെങ്കിൽ വിഷം കുടിക്കുന്ന ചിലപ്പോൾ അച്ഛനായിരിക്കും. അപ്പൊ അന്നത്തെ ആ മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചുള്ള വൈകാരികമായ ആ അടുപ്പത്തെക്കുറിച്ച് രാമായണത്തിൽ വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ ആ ദീർഘിപ്പിക്കുന്ന സംസ്കാരവും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ഓർമ്മ മാത്രമാണ് പരിശോധിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടി ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പല രീതിയിൽ വഴിതെറ്റിപ്പോകാനായിട്ട് മദ്യത്തിന്റെയും അതുപോലെ മയക്കുമരുന്നുകളുടെയും ഒക്കെ അടിമകളായി മാറുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മഹാനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള മഹൽ വ്യക്തികൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇളം തലമുറയ്ക്ക് വേണ്ട ഉദ്ബോധനങ്ങൾ കൊടുക്കേണ്ടതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വളരെയധികം തിരക്കുള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്. ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മുടെ ബഹുമാനായ മാനേജർ ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായ സ്വാഗതം ആശംസിച്ചു. ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് ഗോപിനാഥൻ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ബോർഡ് അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, കൂടാതെ സർവോപരി നമ്മുടെ രക്ഷകർത്താക്കള്, ക്ഷണിക്കപ്പെട്ട അതിഥികള്, ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രിയങ്കരായ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
അവരെല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയിക്കുന്നു. സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും അനുജത്തിമാർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. ഈ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ തന്നെ 2-3 വളരെ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ അനുഭവിച്ചറിയാൻ സാധിച്ചു. ഒന്ന്, ഈ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ള അംഗങ്ങള്, അധ്യാപകര് വളരെ ശാന്തമായ മുഖഭാവത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എന്നും സ്മരിക്കുന്ന ഒരനുഭവം. ചിരിച്ച മുഖം, ലാളിത്യമാർന്ന ഭാഷ, ലളിതമായ അപ്രോച്ച്, പ്രതികരണം. കുറച്ചുകൂടി ഞാൻ മുമ്പോട്ട് വന്നപ്പോ ഞാൻ അനവധി സ്കൂളുകളിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതില് ഭാരതീയ വിദ്യാഭവൻ, അവിടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എന്നും നിറഞ്ഞ മന്ദസ്മിതത്തോടുകൂടിയായിരിക്കും ക്ലാസ്സിലിരിക്കുക. അതേപോലെ കഴിഞ്ഞ മാസം ആലപ്പുഴയിലെ ചിന്മയ മിഷൻ സ്കൂളില് ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളും നല്ല ചിരിച്ച മുഖഭാവത്തോടുകൂടി ഇരിക്കുന്ന കണ്ടു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ എല്ലാ വിദ്യാർത്ഥികളുടെ മുഖത്തിലും ഈ ചിരി ഉണ്ടായിരുന്നു, ഒരു മന്ദസ്മിത ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ മക്കളെ എന്ന് വിളിച്ചു പറയുകയാണ്. ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ ഈ മുഖത്ത് ഒരു മന്ദസ്മിതം നമുക്ക് ഉണ്ടാവണം. അകത്ത് എത്ര ദുഃഖമുണ്ടെങ്കിലും ആ മുമ്പിലിരിക്കുന്ന 3-4 കുട്ടികളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം, അവിടേക്ക് ശ്രദ്ധിക്കണ്ട. എത്ര മനസ്സിനകത്ത് ദുഃഖമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും വാശിയുണ്ടെങ്കിലും അഹങ്കാരമുണ്ടെങ്കിലും മുഖത്ത് ഒരു ചിരി ഉണ്ടാകാൻ എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിക്കണം. അത് കഴിഞ്ഞ് ഞാനിവിടെ 3-ാമത്തെ വരിയില് കസേരയിലിരുന്നപ്പോ എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി പദാനുപദം വളരെ സാവധാനത്തില് ഓരോ പോയിന്റായിട്ട് പറഞ്ഞിട്ടാണ് മൈക്കിലൂടെ പരിചയപ്പെടുത്തിയത്. അത് ഈ സ്കൂളിലെ ഒരു അധ്യാപകനായിരിക്കാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ആ അധ്യാപകനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ സ്കൂളിൽ മാത്രം അദ്ദേഹം ഒതുങ്ങിക്കൂടരുത്. ഈ പ്രദേശത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അറിവിന്റെ പ്രകാശം പരത്താൻ സാധിക്കാവുന്നത്രയും വിഷയങ്ങള് അദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്തതുപോലെ ശാന്തമായ ഭാഷ, ഒരു വാക്കിന് ശേഷം അടുത്ത വാക്കിനിടയ്ക്ക് കുറച്ച് സമയം, ഓരോ വരിയും കഴിഞ്ഞ് അടുത്ത വരിയിലേക്ക് കടക്കുന്നതിനിടയ്ക്ക് ഭംഗിയായിട്ടുള്ള ഗ്യാപ്പ്. ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ, അറിയിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോഴും വളരെ സന്തോഷം തോന്നി. അതിനുശേഷം അധ്യക്ഷൻ സ്വാഗതം പറഞ്ഞപ്പോഴും രാമായണത്തിലെ മൂല്യങ്ങൾ കോട്ട് ചെയ്ത്, അച്ഛൻ വിഷം കഴിക്കാൻ പറഞ്ഞാലും തീയിൽ ചാടാൻ പറഞ്ഞാലും മരിക്കാൻ പറഞ്ഞാലും കൈകേയി മാതാവേ മകനായ ഞാൻ അതനുസരിക്കുമെന്ന് കൈകേയിയോട് പറഞ്ഞ, വാശിയും പകയും വിദ്വേഷവുമില്ലാത്ത
ഒരു രാമനെ പരിചയപ്പെടുത്തുന്ന വരിയാണ് കോട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തില് ഈ കഷ്ടിച്ച് 20 മീറ്ററില് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോ വളരെ സന്തോഷം തോന്നി. എന്നും ഈ സ്കൂളിലെ വിദ്യാർത്ഥികള്, അധ്യാപകര് ഈ സ്ഥാപനം മറ്റേതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും വ്യത്യാസമുള്ള ഒരു സ്ഥാപനമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഇവിടത്തെ അധ്യാപകർക്ക് തോന്നണം മറ്റു സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് ഞങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്ന്. ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് തോന്നണം മറ്റു സ്കൂളിൽ ലഭിക്കാത്തത് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഭൗതികമായ അറിവും മൂല്യാധിഷ്ഠിതമായ അറിവും ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം. നമ്മളുടെ ജീവിതം എത്ര കാലമുണ്ട് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. കണക്കുകൂട്ടാൻ വലിയ വിഷമമൊന്നുമില്ല. ഏതാണ്ട് 75 വർഷം ജീവിക്കുന്ന നമ്മള് എത്ര ദിവസം ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? 75 × 365. അത്ര ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക. കണക്ക് കൂട്ടാൻ വിഷമമൊന്നുമില്ല. കാൽക്കുലേറ്റർ ഉണ്ടാവും നിങ്ങളുടെ കയ്യില്. 75 വർഷം × 365, അത്ര ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. എത്ര മണിക്കൂർ ജീവിക്കുന്നു എന്ന് ചോദിച്ചാലോ 75 × 365 × 24, അത്ര മണിക്കൂറാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. എന്നാ നമ്മൾ ഈ ജീവിതം തുടങ്ങിയത് നമ്മൾ ജനിച്ച ദിവസം മുതൽക്ക്, ഡേ ഓഫ് ബർത്ത്, ജനനം മുതൽക്ക് നമ്മളിങ്ങനെ ജീവിച്ചോണ്ട് പോവാ. എത്ര കാലം ജീവിക്കും? ഡേ ഓഫ് ഡെത്ത് വരെ. അപ്പൊ ഡി ഓഫ് ബി, ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത്, ഡി ഓഫ് ഡി വരെ നമ്മൾ ഈ ഭൂമിയിൽ ഏതാണ്ട് 75 വർഷം × 365 ദിവസം × 24 മണിക്കൂർ ജീവിക്കുമ്പോൾ എന്റെ മുമ്പിലുള്ള അനുജന്മാരും അനുജത്തിമാരും 2 ചോദ്യങ്ങൾ എന്നും മനസ്സിൽ വെക്കണം. 2 ചോദ്യങ്ങൾ എന്നും മനസ്സില് അവസാനത്തെ ശ്വാസം വരെ വെക്കണം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ലോങ് യു ആർ ലിവിങ്. ഹൗ ലോങ് യു ആർ ലിവിങ്. എത്ര കാലം നമ്മൾ ജീവിക്കുന്നു? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഹൗ യു ആർ ലിവിങ്. എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു? ആദ്യത്തെ ചോദ്യത്തിൽ ലോങ് എന്ന വാക്കുണ്ട്, രണ്ടാമത്തേല് ആ വാക്കില്ല. ഹൗ ലോങ് ആർ യു ലിവിങ്, ഹൗ ആർ യു ലിവിങ്. അപ്പൊ രണ്ടിനും ഉത്തരം 2. ഹൗ ലോങ് ആർ യു ലിവിങ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ 75 വർഷം അല്ലെങ്കിൽ 72, 70, 65, 80 എന്ന നമ്പർ ഉത്തരം പറയും. ഹൗ ആർ യു ലിവിങ്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? അതിനെന്താ ഉത്തരം പറയാ? അതിനൊരു ഉത്തരേ ഉള്ളൂ. എനിക്കും ഞാനുമായി ബന്ധപ്പെടുന്നവർക്കും ശാശ്വതമായ നന്മ ഉണ്ടാകുന്ന വിധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കും ഞാനുമായി ബന്ധപ്പെടുന്നവർക്കും ശാശ്വതമായ നന്മ ഉണ്ടാക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് ധന്യമായ ജീവിതം. ധന്യമായ ജീവിതം. എനിക്ക് മാത്രം നല്ലതുണ്ടായാൽ പോരാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുമായി പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധപ്പെടുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന വിധത്തിലൊരു ജീവിതം എനിക്ക് നയിക്കാൻ സാധിച്ചാൽ
ആ ജീവിതത്തിനെ പറയുന്ന പേര് മൂല്യാധിഷ്ഠിത ജീവിതം. മൂല്യാധിഷ്ഠിത ജീവിതം. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഇംഗ്ലീഷ് വരി പറയാം, അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്നലെ ടിവിയിൽ നിന്ന് കേട്ടതാ. മഹാത്മാഗാന്ധി ലണ്ടനില് അന്നത്തെ രാജ്ഞിയുടെ പാലസിലേക്ക് പോവാം. ലണ്ടനിലെ രാജകൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ മഹാത്മാഗാന്ധിക്ക് ഒരു മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹാഫ് നെയ്ക്കഡ് ആയിരുന്നു. അപ്പോ പാലസിലെ അധികൃതർ ഗാന്ധിജിയെ അറിയിച്ചു, പാലസിനകത്തേക്ക് കയറാൻ പ്രോട്ടോകോൾ ഉണ്ട്. ഷർട്ട് ഇടണം, സൂട്ട് ഇടണം, ടൈ കെട്ടണം, പാന്റ് ഇടണം. ഇത് ഉണ്ടെങ്കിലേ പാലസിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. മഹാത്മാഗാന്ധിക്ക് ഷൂസ് ഇട്ടുള്ള പരിചയമുണ്ട്, പാന്റ് ഇട്ടുള്ള പരിചയമുണ്ട്, ഷർട്ടും ഓവർകോട്ടും ഇട്ടുള്ള പരിചയമുണ്ട്, ടൈ കെട്ടിയിട്ടുള്ള പരിചയമുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ ബാരിസ്റ്ററായിട്ട് പ്രവർത്തിച്ച കാലത്ത്. പക്ഷെ മഹാത്മാഗാന്ധി ഉത്തരം കൊടുത്തത് എന്താ? ഐ വാല്യൂ ദ വാല്യൂസ്, യു വാല്യൂ ദ വാല്യൂബിൾസ്. അർത്ഥം മനസ്സിലായി? ഇന്നലെ രാവിലെ ഉദിത് ചൈതന്യ പറഞ്ഞ വരിയ ഏഷ്യാനെറ്റിൽ 6 തൊട്ട് 6:30 വരെ ഭാഗവതം വിവരിക്കുന്ന കൂട്ടത്തില് മഹാത്മാഗാന്ധി പറഞ്ഞു, ഐ വാല്യൂ ദി വാല്യൂസ്. ഞാൻ മൂല്യങ്ങളെയാണ് വിലമതിക്കുന്നത്. നിങ്ങള് വിലപിടിപ്പുള്ളതിനെയാണ് വിലമതിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിലപിടിപ്പുള്ളത് സ്വർണമോ കോട്ടോ സൂട്ടോ ടയ്യോ ഒക്കെയാണ്. എന്റെ മൂല്യം ഇതൊന്നുമല്ല, ജീവിതത്തിലെ മൂല്യമാണ്. അപ്പൊ മൂല്യം ശരീരത്തിന് പുറത്തല്ല, മൂല്യങ്ങൾ മുഴുവനും ശരീരത്തിനകത്ത് മനസ്സിൽ നിന്നാണ് പുറത്തേക്ക് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ എത്ര വർഷം ജീവിക്കുന്നു എന്നാ പറഞ്ഞത്? ഇനി ഉത്തരം പറയേണ്ടത് നിങ്ങളാ. എത്ര വർഷം ജീവിക്കുന്നു? എന്ന് മുതൽക്ക് ജീവിക്കുന്നു? എന്ന് വരെ ജീവിക്കുന്നു? എത്ര മണിക്കൂർ ജീവിക്കുന്നു? 2 ചോദ്യമുള്ളതിൽ ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഹൗ യു ആർ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ധന്യമായ ജീവിതം. മഹാത്മാഗാന്ധി എങ്ങോട്ടാ പോയത്? എങ്ങനത്തെ ഡ്രസ്സിലാ പോയത്? എന്തുണ്ടെന്നാ പറഞ്ഞത് അകത്തേക്ക് പോകുമ്പോ? അപ്പൊ ഗാന്ധിജി കൊടുത്ത ഉത്തരത്തിലെ ഒരു വാക്ക് എന്താണ്? അതെവിടെ നിന്നാ ഉണ്ടാവേണ്ടത്? അകത്ത് നിന്ന്. നിങ്ങൾ പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, വ്യക്താവണില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിൽ ആകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിൽ ആകുന്നു. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിൽ ആകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ 75 വർഷം വരെ ജീവിക്കുന്ന നമ്മള് ഏതാണ്ട് 60 ടൺ ഭക്ഷണം കഴിക്കാറുണ്ട്. ആ 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മള്, ജനനം മുതൽക്ക് മരണം വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മള്, നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ശാശ്വതമായ നന്മ വരുത്തുന്ന വിധത്തില് പ്രവർത്തിക്കുന്ന നമ്മള് എന്നും ഓർമ്മിക്കാനുള്ളത്, അനുനിമിഷം നമ്മൾ വളരണം, നമ്മൾ ഉയരണം. ഒരു പശു, കാള, പോത്ത്, എരുമ, പൂച്ച, നായ, പുലി, സിംഹം ശാരീരികമായിട്ടാണ് വളരുക. മനുഷ്യൻ ശാരീരികമായിട്ട് വളരുന്നത് ഏകദേശം 22-23 വർഷം വയസ്സ് കഴിയുമ്പോൾ തീർന്നു. പിന്നെ ശാരീരികമായിട്ട് വളർച്ചയില്ല. പിന്നെ മനുഷ്യന്റെ വളർച്ച ഏത് രീതിയിലാ? സാമ്പത്തികമായ വളർച്ചയുണ്ട്, മാനസികമായ വളർച്ചയുണ്ട്, ബുദ്ധിപരമായ വളർച്ചയുണ്ട്, പക്വതയിൽ വളർച്ചയുണ്ട്, അറിവിന് വളർച്ചയുണ്ട്, ഡിഗ്രിയിൽ വളർച്ചയുണ്ട്, കുടുംബ ബന്ധത്തിൽ ഉയർത്തുന്നതിലുള്ള വളർച്ചയുണ്ട്. മനുഷ്യന് മാത്രമാണ് പല തരത്തിലുള്ള വളർച്ചകളുള്ളത്, പ്രോഗ്രസ് ഉള്ളത്, ഡെവലപ്മെന്റ് ഉള്ളത്, എലിവേഷൻ ഉള്ളത്. എക്കണോമിക്കൽ ഗ്രോത്ത്, സൈക്കോളജിക്കൽ ഗ്രോത്ത്, ഫിസിയോളജിക്കൽ ഗ്രോത്ത്, സോഷ്യൽ ഗ്രോത്ത്,
അതേപോലെ പല തരത്തിലുള്ള വളർച്ച മനുഷ്യന്റെ അവസാനത്തെ ശ്വാസം വരെ ഉണ്ട്. അവസാനത്തെ ശ്വാസം വരെ ഉണ്ടെന്ന് പറയുമ്പോ ഒരു വരി കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. T.S. എലിയട്ട് എന്ന പ്രഗത്ഭനായ ഒരു ഇംഗ്ലീഷ് മഹാകവിയുണ്ട്. T.S. എലിയട്ട് വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നൊരു വരിയാണ്, എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ഓരോ പ്രാവശ്യവും നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഒരു ദിവസം 23,080 പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ട്. 23,080 ടൈംസ് ആണ് നമ്മൾ ഒരു ദിവസം ശ്വാസോച്ഛ്വാസം വിടുന്നത്. ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നമ്മൾ ഏതിനോട് അടുക്കുകയാണ്? ശ്മശാനത്തോട്, സെമിട്രിയിലേക്ക്, ഡെത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ ആരും ഇവിടെ പെർമനന്റ് അല്ല. നിങ്ങൾ എന്തെല്ലാം കഴുത്തില് അണിഞ്ഞ് എല്ലാവരും പറയുന്നു 916, ഞങ്ങൾ നൽകുന്നു 916 എന്നൊക്കെ പറഞ്ഞ് കഴുത്തിലൊക്കെ ഇട്ട് ആദ്യാനുരാഗത്തിന്റെ സാരിയൊക്കെ ഉടുത്ത് നടക്കുമ്പോഴും ഓർമ്മിക്കുക, ഞാനില്ലെന്ന് പറയണ്ട, ഞങ്ങളില്ലെന്ന് പറ എന്നൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇതൊക്കെ ഇട്ട് നടക്കുമ്പോഴും ഓർമ്മിക്കുക, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ടെമ്പററിയാണ്. സന്തോഷം ടെമ്പററിയാണ്, ദുഃഖം ടെമ്പററിയാണ്. എല്ലാം, ഈ ശരീരം പോലും ടെമ്പററിയാ, പെർമനന്റ് അല്ല. അതുകൊണ്ട് എത്ര കാലം ജീവിക്കുമ്പോഴും എന്റെ അനുജന്മാരോടും അനുജത്തിമാരോടും പറയുന്നു, ധന്യമായ ജീവിതം, നന്മ നിറഞ്ഞ ജീവിതം, വാശിയും പകയും വിദ്വേഷവും ഇല്ലാതെ സ്നേഹവും ബഹുമാനവും ആദരവും കൊടുത്തും എടുത്തും കൊണ്ടുള്ള ജീവിതം. മനസ്സിലാവുന്നുണ്ട്? എത്ര കാലമുണ്ടെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് പ്രഗത്ഭനായ സിനിമാ നടൻ ഇന്നലെ വൈകുന്നേരം മരിച്ചു. 57 വയസ്സേ ആയുള്ളൂ. 55, ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് കഴിഞ്ഞ ആഴ്ച വേറൊരാൾ മരിച്ചു. എത്ര പെട്ടെന്നാ മരണം നമ്മളുടെ എല്ലാം മുമ്പില്. ഈ തിരശ്ശീലയ്ക്കകത്ത് വെള്ളിത്തിരയില് പല പല ജീവിതം ആടിത്തിമർത്ത ആ മുരളി എന്ന വ്യക്തി ഇന്ന് നമ്മുടെ മുമ്പിലില്ല. പക്ഷേ അദ്ദേഹം നമ്മളുടെ മനസ്സിലുണ്ടാക്കിയ ധന്യമായ ഓർമ്മകള് നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹമില്ല, ധന്യമായ ഓർമ്മകളുണ്ട്. ഡോക്ടർ APJ അബ്ദുൾ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചെയ്ത എല്ലാ നന്മകളും നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ശാശ്വതമല്ലെങ്കിലും നമ്മൾ ചെയ്ത നന്മകള് ഓർമ്മിക്കുന്നവര് ആ ഓർമ്മകൾ കുറേ കാലം നിലനിർത്തും. അതുകൊണ്ട് ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ഓർമ്മിക്കണം, അനുനിമിഷം വളരണം, ഉയരണം, ഉണരണം. നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും, അത് ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഏത് രാഷ്ട്രീയ ചിന്താധാരകൾ അനുശാസിക്കുന്നവരാവട്ടെ, മനുഷ്യൻ മനുഷ്യനുമായി ബന്ധപ്പെട്ടവ, അവയ്ക്കെല്ലാം നന്മ വരുത്താനുള്ള ഒരു വികാരം നിലനിർത്തിയാൽ അവിടെ വാശി കുറയും, പക കുറയും, ദേഷ്യം കുറയും, അഹങ്കാരം കുറയും, അസൂയ കുറയും, സ്നേഹം കൂടും, ബഹുമാനം കൂടും, ആദരവ് കൂടും,
ബന്ധങ്ങൾ കൂടും. കൂടേണ്ടതെല്ലാം അനുനിമിഷം കൂട്ടണം, കുറയ്ക്കേണ്ടതെല്ലാം അനുനിമിഷം കുറച്ചാൽ നമുക്കാണ് സുഖം, നമുക്കാണ് സന്തോഷം. ഐ എന്ന വാക്കിൽ എത്ര അക്ഷരമുണ്ട്? ഒരക്ഷരം. ഞാൻ എന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ഐ, ഒരക്ഷരം. വി എന്നുള്ളതില് WE, രണ്ടക്ഷരം അല്ലേ? യു എന്നുള്ളതില് മൂന്നക്ഷരം. ദേ എന്നുള്ളതില്, ഗ്രൂപ്പ് എന്നുള്ളതില്, ഫാമിലി എന്നുള്ളതില് 6 അക്ഷരം. ഏത് മാറ്റാനാ എളുപ്പം? ഐ. എന്താ കാരണം? ഒരക്ഷരേ ഉള്ളൂ. ഐയില് മാറ്റം വരുത്താനാണ് എളുപ്പം അല്ലേ? അപ്പൊ മാറ്റം എവിടെയാ വരേണ്ടത്? ഐയില് മാറ്റം. എനിക്ക് ഈ ഹാള് മുഴുവനും പച്ചയായിട്ട് കാണണമെന്ന് ഞാൻ ഇവിടുത്തെ മാനേജറോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ മാനേജർ ചെന്ന് കടയിൽ ചെന്ന് കുറെ 5 വർഷം ഗ്യാരണ്ടിയുള്ള പച്ച പെയിന്റ് ഇവിടെ മുഴുവനും അടിച്ചു, ഗോപാലേഷന് പച്ചയായിട്ട് കാണണം എന്ന് പറഞ്ഞ എത്രയാ ചെലവ്? അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, സർ അദ്ദേഹത്തിന് പച്ചയായിട്ട് കാണണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പച്ച ഗ്ലാസ് വെച്ചു കൊടുത്താൽ പോരെ, കണ്ണില് ഒരു പച്ച നിറത്തിലുള്ള ഗ്ലാസ് കണ്ണിൽ വെച്ചു കൊടുത്താൽ മൊത്തം പച്ചയായിട്ട് കാണാൻ സാധിക്കില്ലേ? അപ്പൊ ചുറ്റുപാടുകളെ മാറ്റുന്നതിനേക്കാൾ നല്ലത് അവനവനില് മാറ്റം ഉണ്ടാക്കുക. സ്കൂളിൽ നിറച്ചും കല്ലും മുള്ളുമാണ് സാറേ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത പ്രിൻസിപ്പാൾ എന്ത് പറയും? തൽക്കാലം അത് മാറ്റാനൊന്നും സാധ്യമല്ല, മോൻ പോയിട്ട് ഒരു ചെരുപ്പ് മേടിച്ചിടാൻ പറയും. മോൻ പോയിട്ട് ഒരു ചെരുപ്പ് മേടിച്ചിടാൻ പറയും. അപ്പൊ അവനവന്റെ കാലില്, അവനവന്റെ കണ്ണില്, അവനവന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കിയാൽ ചുറ്റുപാടുകളെ കുറിച്ച് പരിധിക്കപ്പുറം ദുഃഖം നമുക്ക് തോന്നില്ല. മനസ്സിലായി? ഐ എന്നുള്ളതിൽ എത്ര അക്ഷരമുണ്ട്? അതുകൊണ്ട് മാറ്റം എവിടെയാ ഉണ്ടാവേണ്ടത്? ഐ. അവനവനെ ഉയർത്തേണ്ടത് ആരാണ്? എത്ര തരത്തിലുള്ള ഉയർച്ചകളാ നമുക്കുള്ളത്? കുറെ തരത്തിലുള്ള. മൃഗങ്ങൾക്ക് എത്ര തരത്തിലുള്ളതാ? ശാരീരിക. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഏതാ കുറയേണ്ടത്? ഒരു 2-3 എണ്ണം പറയാം. വാശി, പക, അഹങ്കാരം, വിദ്വേഷം, ദേഷ്യം കുറയണം. ഏതാ കൂട്ടേണ്ടത്? സ്നേഹം, ബഹുമാനം, ആദരം. എത്ര വയസ്സുവരെ ജീവിക്കുന്നുണ്ട്? എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട്? ഒരു ദിവസം എത്ര ശ്വസിക്കുന്നുണ്ട്? ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മള്, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം D. അപ്പുറത്തത് എന്താണ്? മഹാത്മാഗാന്ധി എങ്ങോട്ടാ പോയത്? എങ്ങനെയാ പോയത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഐ വാല്യൂ ദി, യു വാല്യൂ ദി എക്സലന്റ്. ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ സ്പീഡിലല്ലേ ചോദിച്ചത്? നിങ്ങൾ എഴുതിയെടുത്തത് നോക്കിയിട്ടാണോ വായിച്ചത്? എവിടെയാ എഴുതി വെച്ചത്? മനസ്സിൽ. എക്സലന്റ്. അപ്പൊ യഥാർത്ഥത്തിൽ അനുനിമിഷം നമ്മൾ വളരണം. 4 തരത്തിലാ വളരേണ്ടത്. ഒന്ന്, ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം എന്റെ മുമ്പിലുള്ള അനുജന്മാരും അനുജത്തിമാരും ഈ ഞായറാഴ്ച രാത്രിക്കുള്ളിൽ ബൈഹാർട്ടാക്കണം. 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി 4 സന്ദേശമാണ്. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധോ ആത്മൈവ രിപുരാത്മന. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. യേശുക്രിസ്തുവിനെ പൂജിക്കുന്നവർക്കും അല്ലാഹുവിനെ പൂജിക്കുന്നവർക്കും EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പൂജിക്കുന്നവർക്കും ആർക്ക് വേണമെങ്കിലും പഠിക്കാം. കാരണം ഇതിൽ മതം പറഞ്ഞിട്ടില്ല. ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ അവനവൻ തന്നെ ഉയർത്തുക. ന ആത്മാനം അവസാദയേ, അവനവനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ, അവനവന്റെ ബന്ധു അവനവനാണെന്നറിയുക. ആത്മൈവ രിപുരാത്മന, അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. 4 സന്ദേശം മനസ്സിലായി? ഞാനാണ് എന്നെ ഉയർത്തേണ്ടത്. എന്റെ മാതാപിതാക്കളല്ല, എന്റെ അധ്യാപകരല്ല, എന്റെ കൂട്ടുകാരല്ല. അവരെല്ലാം
ഉയരാനും വളരാനും വേണ്ടി എനിക്ക് സൗകര്യം ചെയ്തു തരുന്നേ ഉള്ളൂ. പക്ഷെ ഉണരേണ്ടതും വളരേണ്ടതും ആരാണ്? ഞാൻ തന്നെയാണ് എന്നെ ഉയർത്തേണ്ടത്. ഐ ഹാവ് ടു എലിവേറ്റ് മൈസെൽഫ്. ഐ ഹാവ് ടു പ്രോഗ്രസ്. ഐ ഹാവ് ടു ഡെവലപ്പ്. ഐ ഹാവ് ടു സീ ദാറ്റ് ഐ ഗ്രോ physiologically, psychologically, economically and academically, knowledge wise. I have to grow by myself. ഞാൻ തന്നെത്താനെ എന്നെ ഉയർത്തണം. എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യരുത്. എന്നെ അവഹേളിക്കുന്ന ഒന്നും ചെയ്യരുത്. എന്നെ കളിയാക്കുന്ന ഒന്നും ഞാൻ ചെയ്യരുത്. എന്നെ താഴ്ത്തിക്കെട്ടുന്ന ഒന്നും ഞാൻ ചെയ്യരുത്. കാരണം ഞാനാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആള്, അല്ലേ? നമ്മൾ നോക്കുക, റോട്ടിൽ കൂടെ പോകുമ്പോ കാല് പൊള്ളുന്നു, അടുത്തുള്ളവനും കാല് പൊള്ളുന്നു. നമ്മൾ എന്താ ചെയ്യാ? അയാളോട് ഓടാൻ പറഞ്ഞിട്ട് നമ്മൾ പതുക്കാൻ നിൽക്കുക? നമ്മൾ ആദ്യം ഓടുക. എന്താ? എന്റെ കാല് പൊള്ളുന്നതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. എന്താ കാരണം? എനിക്ക് ഇമ്പോർട്ടന്റാ. ഞാൻ നല്ല ഷർട്ടിട്ട് പോവാൻ കാരണം എനിക്ക് ഇമ്പോർട്ടന്റാ. അപ്പൊ ഞാൻ എന്നെ വളർത്തണം, എന്നെ തളർത്തരുത്. എന്റെ ബന്ധു ഞാനാണെന്നറിയണം, എന്റെ ശത്രു ഞാനാവരുത്. മനസ്സിലായോ? ഏത് പുസ്തകത്തിലാത്? എത്രാമത്തെ അധ്യായം? എത്രാമത്തെ വരി? അതിലെ 4ാമത്തെ സന്ദേശം എന്താ? എന്നെ പറയണം. 4ാമത്തെ സന്ദേശം എന്റെ ശത്രുവും ഞാൻ. മനസ്സിലായി? 3ാമത്തെ സന്ദേശം, 2ാമത്തെ സന്ദേശം ഏത് പുസ്തകത്തിലാ പറഞ്ഞത്? ഭഗവത്ഗീത ഏത് പുസ്തകത്തിന്റെ ഭാഗ? ഇന്ത്യക്കാരായ സ്ഥിതിക്ക് അറിയുണ്ടാവില്ല. മഹാഭാരതത്തിന്റെ ഭാഗം. അപ്പൊ യഥാർത്ഥത്തില് അവനവൻ ഉയർത്തുക. ഈ എങ്ങനെയാ ഉയർത്തുക? നമ്മൾ എങ്ങനെയാ വളരുക? 4 സന്ദേശവും കൂടി പറയാം. ആചാര്യാത്പാദമാദത്തേ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നോക്ക. ആദ്യത്തെ വരി ആചാര്യാത് പാദം ആദത്തെ. അധ്യാപകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആകെ ലഭിക്കേണ്ട അറിവുകളുടെ കാൽഭാഗം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട അറിവുകളുടെ കാൽഭാഗം അറിവാണ് ആരിൽ നിന്ന് ലഭിക്കുന്നത്? അധ്യാപകരിൽ. പാദം ശിഷ്യ സ്വമേധയാ. പാദം ശിഷ്യ സ്വമേധയാ. എന്താർത്ഥം? കാൽഭാഗം അറിവ് അവനവൻ തന്നെത്താനെ ഉണ്ടാക്കണം. പാദം സബ്രഹ്മചാരിഭ്യ. മറ്റുള്ളവരുമായി ചർച്ച ചെയ്തിട്ടും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും 3ാമത്തെ കാൽഭാഗം അറിവ് ഉണ്ടാക്കണം. ശേഷം കാലക്രമേണ ച. അവസാനത്തേത് കാലക്രമത്തില് ഉണ്ടാവും. 4 എണ്ണം മനസ്സിലായോ? കുറച്ചു മുമ്പ് കോട്ട് ചെയ്ത പുസ്തകത്തിന്റെ പേരെന്താണ്? ഭഗവത്ഗീത. അതിൽ ആദ്യത്തെ സന്ദേശം എന്താണ്? അവനവൻ ഉയർ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ആദ്യത്തെ കാൽഭാഗം അറിവ് എവിടെ നിന്ന് കിട്ടുന്ന പറഞ്ഞത്? അവസാനത്തെ കാൽഭാഗം കാലക്രമത്തിൽ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെ നിങ്ങൾ ഉത്തരം പറയില്ല. അപ്പൊ കാൽഭാഗം അറിവ് അധ്യാപകനിൽ നിന്ന്, കാൽഭാഗം അറിവ് അവനവൻ തന്നെത്താനെ ഉണ്ടാക്കണം, കാൽഭാഗം അറിവ് മറ്റുള്ളവരിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും, അവസാനത്തെ കാൽഭാഗം അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. 4 ഇംഗ്ലീഷ് വാക്കാണ്. ഓർക്കാൻ പറ്റുമോ? അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. എന്റെ മുമ്പിലുള്ള എല്ലാവരോടും പറയുന്നു, ബൈബിളില് നല്ലതുണ്ടെങ്കിൽ അതെടുക്കാം, ഖുറാനിലെ നല്ലതും എടുക്കാം, ഭഗവത്ഗീതയിലെ നല്ലതും എടുക്കാം, ലെനിൻ പറഞ്ഞിരിക്കുന്നതിൽ നല്ലത് എടുക്കാം, മാവോ സേതുങ് പറഞ്ഞതിൽ നല്ലത് എടുക്കാം, വേർഡ്സ്വർത്ത്, ടെന്നീസൺ, വിവേകാനന്ദൻ,
രാമകൃഷ്ണ പരമഹംസർ, മൻമോഹൻ സിംഗ്, ഡോക്ടർ അബ്ദുൽ കലാം, അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ആര് പറഞ്ഞതിൽ നല്ലതുണ്ടെങ്കിലും എടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ആര് പറഞ്ഞു എന്നല്ല, ഹൂ സെഡ് അല്ല, വെൻ ഹീ സെഡ് അല്ല, വാട്ട് ഹീ സെഡ്, അതാണ് ഇമ്പോർട്ടന്റ്. അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എല്ലാവരെയും ചേർത്താ പേര് പറഞ്ഞത്. അത് ആത്മീയ നേതാവാകാം, രാഷ്ട്രത്തിന്റെ നേതാവാകാം, മഹാകവിയാകാം, നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നവരാകാം. പറഞ്ഞതിൽ നല്ലതുണ്ടെങ്കിൽ അത് നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് അഡീഷൻ നടത്താനുള്ള ഒരു മനസ്സുണ്ടാവണം. ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ട് ഖുറാനിലെ എടുക്കില്ല. ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് നമ്മളുടെ മഹാഭാരതത്തിൽ എടുക്കില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, ബൈബിൾ അല്ലാതെ മറ്റൊന്നും വായിക്കില്ല. അങ്ങനെ ഒരു ചിന്താധാര ലോകത്തിലെ ആർക്കും ഉണ്ടാവരുത്. മനുഷ്യ നന്മയ്ക്കുതകുന്ന നന്മകള് ഏത് പുസ്തകത്തിലുണ്ടെങ്കിലും, ഏത് വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഏത് രാജ്യത്തിലുള്ള ആളാണ് പറഞ്ഞതെങ്കിലും, ഏത് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആ അറിവ് നന്മ നിറഞ്ഞതാണെങ്കിൽ നമ്മളിലേക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ വാക്ക് ഒരിക്കൽ കൂടി അഡീഷൻ. മനസ്സിലായി? ആഡ് ചെയ്യണം ജീവിതത്തിലേക്ക്. ചില ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്, മുൻവിധികൾ നമ്മുടെ മനസ്സിലുണ്ട്, ചില തെറ്റായിട്ടുള്ള അറിവുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. തെറ്റായിട്ടുള്ള അറിവുകള്, മുൻവിധികള്, ശരിയല്ലാത്ത ധാരണകള്, അത് ഡിലീറ്റ് ചെയ്യണം. ചില അറിവുകള് ഡിലീറ്റ് ചെയ്യണ്ട. മൂന്നാമത്തെ വാക്കെന്താ? മോഡിഫൈ ചെയ്യണം. മനസ്സിലായി? കുറച്ച് മോഡിഫൈ ചെയ്യണം. നാലാമത്തേത്, തെറ്റായിട്ട് അറിഞ്ഞു, പക്ഷെ അറിവ് ആവശ്യമാണ്, അതുകൊണ്ട് ആ തെറ്റായിട്ടുള്ള അറിവിനെ ശരിയാക്കിയാൽ മതി, കറക്റ്റ് ചെയ്താൽ മതി. മനസ്സിലായി? അപ്പൊ അധ്യാപകനിൽ നിന്ന് എത്ര അറിവ് കിട്ടും? തന്നെത്താൻ എത്ര ഉണ്ടാക്കണം? കാലക്രമത്തിൽ എത്ര കിട്ടും? ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ എത്രാമത്തെ വരിയാണ്? മനസ്സിലായിട്ടുണ്ടില്ലേ? അപ്പോ ഈ കാൽഭാഗം നമ്മൾ ഉണ്ടാക്കണം, പിന്നെ കാൽഭാഗം ചുറ്റുപാടുകളിൽ നിന്നുണ്ടാക്കണം. കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തണം. അങ്ങനെ അഡീഷൻ വരുത്തേണ്ടത് എത്ര തരത്തിലുള്ള അറിവുകളാ? 2 തരത്തിലുള്ള അറിവുകളാ. ഇങ്ങനെയാ കറക്റ്റ് നമ്മൾ അഡീഷൻ വരുത്തേണ്ടത്. 2 തരത്തിലുള്ള അറിവ്. ഒന്നാമത്തെ അറിവ് ആധുനിക ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ. ആധുനിക ലോകത്തില് ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ. ചിലര് ഡോക്ടർമാരുണ്ടാവും, അപ്പൊ MBBS, MD, FRCS, MRCP മോഡേൺ അറിവ്. BTech, MTech മോഡേൺ അറിവ്. MA ഇംഗ്ലീഷ് പഠിച്ചു, MA സാൻസ്ക്രിറ്റ് പഠിച്ചു, MA ഹിന്ദി പഠിച്ചു, MSc മാത്തമാറ്റിക്സ് കെമിസ്ട്രി മോഡേൺ അറിവുകളാണ്. ഇത് നമ്മളുടെ ജീവിതത്തില് നമുക്ക് ഉയരാൻ ആവശ്യമാണ്. നല്ലൊരു ജോലി കിട്ടി സാമ്പത്തികമായും സമൂഹത്തിലെ സ്ഥാനപരമായിട്ടുമുള്ള ഉയർച്ചയ്ക്ക് മോഡേൺ അറിവ് ആവശ്യമാണ്. ഏതുപോലെ? ഒരു വലിയ കെട്ടിടം കെട്ടണമെങ്കിൽ ഇഷ്ടിക വെച്ചുകൊണ്ട് ആ കെട്ടിടത്തിന്റെ ഉയരം കൂട്ടുക, അല്ലേ? ഇഷ്ടിക വെച്ച് കെട്ടിടം 3 നില, 4 നില, 5 നില നമ്മൾ കൂട്ടും. അപ്പൊ ഇങ്ങനെ കെട്ടിടത്തിന്റെ ഉയർച്ച കൂട്ടാനായിട്ട് ഇഷ്ടിക വയ്ക്കും. ഇഷ്ടിക മാത്രം കൊണ്ട് കെട്ടിടം ഉയരുമോ? പിന്നെന്താ വേണ്ടേ? സിമന്റ് കൂടി വേണം. ഇടയ്ക്ക് കുറേശ്ശെ സിമന്റ് ഇടണം. സിമന്റ് എന്തിനാ ഇടുന്നത്? ദ സ്ട്രെങ്ത് ഓഫ് ദ ബിൽഡിംഗ്, ഡ്യൂറബിലിറ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ബ്യൂട്ടി ഓഫ് ദ ബിൽഡിംഗ്. 3 കാര്യത്തിനാണ് സിമന്റ് ഇടുന്നത്. ഒന്ന്, കെട്ടിടം സ്ട്രോങ് ആയിട്ട് നിൽക്കണം. 2, കുറേ കാലം നിൽക്കണം. 3, കെട്ടിടം നല്ല ഭംഗി ഉണ്ടാവണം കാണാൻ. മനസ്സിലാവുന്നുണ്ട്? കെട്ടിടം കാണാൻ ഭംഗി ഉണ്ടാവണമെങ്കിൽ സിമന്റ് ഇടയ്ക്കും അതിന്റെ സൈഡിലിടണം. കെട്ടിടം സ്ട്രോങ് ആവണമെങ്കിൽ ഇഷ്ടിക മാത്രം പോരാ, സിമന്റ് വേണം. കെട്ടിടം കുറേ കാലം നിലനിൽക്കണമെങ്കിലും അതേപോലെ സിമന്റ് വേണം. അപ്പൊ ഒരു കെട്ടിടത്തിൽ ഇഷ്ടിക, സിമന്റ് ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തില് മോഡേൺ അറിവ് ഇഷ്ടിക പോലെ നമുക്ക് ഉയരാനും
വാല്യൂ ബേസ്ഡ് നോളജ്, മൂല്യാധിഷ്ഠിതമായ അറിവ് ജീവിതത്തെ സ്ട്രോങ് ആക്കാൻ, ജീവിതത്തെ കുറെ കാലം നിലനിൽക്കുന്നതാക്കാൻ, ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കാൻ, ദ ബ്യൂട്ടി ഓഫ് ലൈഫ്, ഡ്യൂറബിലിറ്റി ഓഫ് ലൈഫ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ലൈഫ്, അത് സാധിക്കുന്നത് മൂല്യാധിഷ്ഠിതമായ അറിവ് ഉണ്ടാവുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാവരും ഓർമ്മിക്കാം, ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള അറിവ്, ആധുനിക ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ മോഡേൺ നോളജ്, ജീവിതത്തെ ധന്യമാക്കാനുള്ള വാല്യൂ ബേസ്ഡ് നോളജ്. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള അറിവുണ്ട്. ജനറലി ഓർമ്മിക്കാം, മോഡേൺ നോളജ് നമുക്ക് കിട്ടേണ്ടത് സ്കൂളിൽ നിന്നാണ്. വാല്യൂ ബേസ്ഡ് നോളജ് കുറച്ച് സ്കൂളിൽ നിന്ന് കിട്ടും, ബാക്കിയുള്ളത് വീട്ടിൽ നിന്ന് കിട്ടും. പല രക്ഷാകർത്താക്കളും പറയാറുണ്ട് അധ്യാപകരുടെ അടുത്ത് വന്ന്, ഞങ്ങൾ ഈ സ്കൂളിൽ ഈ കുട്ടിയെ ആക്കാൻ കാരണം ആ കുട്ടികൾക്ക് നല്ല ജീവിത മൂല്യങ്ങൾ കിട്ടണം എന്നാണ്. ആ രക്ഷാകർത്താക്കളോട് എന്താ പറയാനുള്ളത്? തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള വർക്കിംഗ് ഡേയ്സില് 7 മണിക്കൂർ വീതമാണ് നിങ്ങളുടെ കുട്ടികള് സ്കൂളിലുള്ളത്. ബാക്കി 17 മണിക്കൂറും നിങ്ങളുടെ കുട്ടികള് നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും 24 മണിക്കൂറും നമ്മുടെ കുട്ടികള് നമ്മുടെ കൂട്ടത്തിലാണുള്ളത്. സ്കൂളില് 40ഓ 50ഓ കുട്ടികളുടെ കൂട്ടത്തില് ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ 2 കുട്ടികളാണ് നമ്മളുടെ കുട്ടികള്. നമ്മുടെ വീട്ടില് നമുക്കുള്ള ആകെ 2 കുട്ടികളില് 2 കുട്ടികളാണ് നമ്മുടെ വീട്ടിലുള്ളത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക കുറച്ചൊക്കെ ശമ്പളത്തിന് വേണ്ടിയാ പഠിപ്പിക്കുന്നത്. വീട്ടിൽ മക്കളെ വളർത്തുന്ന മാതാപിതാക്കള് ശമ്പളത്തിന് വേണ്ടിയല്ല മക്കളെ വളർത്തുന്നത്. അപ്പൊ ആരാ കൂടുതൽ മൂല്യം കൊടുക്കേണ്ടത്? ഞാൻ ഉത്തരത്തിന് കാത്തു നിൽക്കണ്ടല്ലോ, കാത്തു നിൽക്കണ്ട. നോക്ക, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരി ധൃതരാഷ്ട്രരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക കരഞ്ഞോണ്ട്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരി ധൃതരാഷ്ട്രരുടെ അടുത്ത് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ശ്രീകൃഷ്ണൻ വരിക. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ശ്രീകൃഷ്ണൻ ഗാന്ധാരിയുടെ അടുത്ത് വന്നപ്പോ ഗാന്ധാരിക്ക് ദുഃഖം സഹിച്ചില്ല. ഗാന്ധാരി എഴുന്നേറ്റ് നിന്ന് ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കൃഷ്ണ, നിനക്ക് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അറിയാവുന്ന വ്യക്തിയാണ് നീ. നീ ത്രികാലജ്ഞാനിയാണ്. യു നോ ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അങ്ങനെയുള്ള നിനക്കറിയാം എന്റെ ഭർത്താവിന് കണ്ണ് കണ്ടൂടാ. ഞാൻ കണ്ണുകെട്ടിയാ ജീവിക്കുന്നത്. എന്റെ ഭർത്താവിന് ഇല്ലാത്ത കാഴ്ച എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുകെട്ടിയാ ജീവിക്കുന്നത്. 100 കുട്ടികളുള്ള ഞങ്ങൾക്ക് ഒരു കുട്ടിയെയെങ്കിലും നിലനിർത്തിയിട്ട് ബാക്കി 99 കുട്ടികളെ നിനക്ക് യുദ്ധത്തിൽ കൊല്ലായിരുന്നില്ലേ കൃഷ്ണ? ഒരാളെയെങ്കിലും ഞങ്ങളുടെ അന്ത്യത്തിൽ വെള്ളം വായിൽ തരാൻ നിലനിർത്തായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ കൃഷ്ണൻ ഉത്തരം കൊടുത്തേ അറിയോ? അമ്മയുടെ മക്കളുടെ നാശത്തിന് കാരണം ഞാനല്ല. കുന്തി മാതാവിന് ഭർത്താവ് ജീവിച്ചിരിപ്പില്ല. 5 മക്കളുള്ള കുന്തി മാതാവ് 5 മക്കൾക്കും ധർമ്മബോധം പറഞ്ഞുകൊടുത്താ വളർത്തിയത്. 5 മക്കൾക്കും ധർമ്മബോധം കൊടുത്താണ് അമ്മ വളർത്തിയത്. പക്ഷേ ഗാന്ധാരി അമ്മ എന്താ ചെയ്തത്? ഭർത്താവിന് കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞ് അവനവൻ കണ്ണുകെട്ടി നടക്കുന്നതിന് പകരം അവനവൻ കണ്ണ് തുറന്ന് മക്കളിൽ വളരുന്ന ദുർഗുണങ്ങള് ഒന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നു എങ്കില് മക്കൾക്ക് ഈ സർവനാശം വരുമായിരുന്നോ അമ്മേ എന്നാ ചോദിച്ചത്. അർത്ഥം മനസ്സിലായി? അവനവൻ കണ്ണുകെട്ടി നടന്നത് പാതിവൃത്യം കാണിക്കാനാ. കൃഷ്ണൻ ചോദിച്ചു, ആരെ ബോധ്യപ്പെടുത്താനാ ഈ പാതിവൃത്യം കാരണം കണ്ണുകെട്ടിയത്? കണ്ണുകെട്ടി നടന്നതുകൊണ്ട് എന്തു പറ്റി? മക്കളില്
ദുർഗുണങ്ങൾ മുഴുവനും വളർന്നു. വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അമിതമായ ആത്മവിശ്വാസം എല്ലാം വളർന്നപ്പോ മക്കളുടെ സർവനാശത്തിന് കാരണമായി. ശ്രീകൃഷ്ണൻ ഇതാരോടാ പറഞ്ഞത്? ശരിക്കും ഗാന്ധാരിയോടാണോ പറഞ്ഞത്? അല്ല, നമ്മളോടാ പറഞ്ഞത്. ഗാന്ധാരിയോടല്ല, ഇവിടെയുള്ള മാതാപിതാക്കളോടും ഇനി മാതാപിതാക്കളാവാൻ പോകുന്നവരോടും. എന്താ പറഞ്ഞത്? പറഞ്ഞത് ഇതാണ്: നമ്മൾ കണ്ണുകെട്ടി നടന്നാൽ നമ്മളുടെ മക്കളില് എല്ലാവിധത്തിലുള്ള ദുർഗുണങ്ങളും ദോഷങ്ങളും വളരും. അമ്മയുടെയും അച്ഛന്റെയും ഉത്തരവാദിത്വമാണ് മക്കൾക്ക് നന്മ നിറഞ്ഞ അറിവുകള് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങള് കൊടുത്താൽ എടുക്കേണ്ടവരെടുക്കും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങള് കൊടുത്താൽ എടുക്കേണ്ടവര് എടുക്കും. അങ്ങനെ കൊടുക്കാൻ ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കണില്ല. എന്നൊരു ചോദ്യം ചോദിക്കുന്നില്ല. കാരണം എന്താ? ഉത്തരം അറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഓർമ്മിക്കാനുള്ളത്, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ സമയം കിട്ടുന്ന സമയത്ത് അവർക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടവന് സമയം ഉണ്ടാവില്ല. നമുക്കൊക്കെ പറ്റുന്ന അബദ്ധത. ചെറുപ്പത്തിൽ വളരുമ്പോൾ ഒന്നും കൊടുക്കില്ല. 13 വയസ്സ് 14 വയസ്സ് കഴിയുമ്പോ, ബാലകൃഷ്ണൻ സാറ്, എന്റെ മക്കള് ഞാൻ പറയണത് ഒന്നും കേൾക്കണില്ല. എന്താ കാരണം? കേൾക്കുന്ന സമയത്ത് കേൾപ്പിച്ചിട്ടില്ല, കേൾക്കാത്ത സമയത്ത് കേൾപ്പിക്കാൻ ശ്രമിക്കുന്നു. കേൾക്കുന്ന സമയത്ത് കേൾപ്പിക്കേണ്ടതായിരുന്നു അത്, അപ്പൊ കേൾപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് അവർ കേൾക്കില്ലെന്ന് ഉറപ്പുള്ള സമയത്ത് കേൾപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവർ കേൾക്കാത്തത്. തെറ്റാരുടെയാ എന്ന് ഞാൻ ചോദിക്കണില്ല, കാരണം എനിക്കറിയാം നമ്മുടെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മളുടെ മക്കൾ വളരുമ്പോൾ 4 കാര്യങ്ങൾ ഇന്നും ശ്രദ്ധിക്കുക. അവര് കേൾക്കുന്നത്, അവര് കേൾപ്പിക്കുന്നത്, അവര് കാണുന്നത്, അവര് കാണിപ്പിക്കുന്നത്, അവര് സംസാരിക്കുന്നത്, അവര് സംസാരിപ്പിക്കുന്നത്, അവര് ചിന്തിക്കുന്നത്, അവര് ചിന്തിപ്പിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അവര് കേൾക്കുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. ഈ 4 എണ്ണത്തില് മാറ്റം വരുത്താൻ വലിയ വിഷമമില്ല. ആ 4 എണ്ണത്തിൽ മാറ്റം വരുത്തിയാൽ മനസ്സ് മാറും. മനസ്സ് മാറിയാൽ പിന്നെ പ്രവർത്തികളെല്ലാം മാറും. മനസ്സിലാവുന്നുണ്ട്? സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയേണ്ടായി, നല്ല ശരീരം, ആരോഗ്യമുള്ള ശരീരത്തില് ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള മനസ്സില് ആരോഗ്യമുള്ള ചിന്തകള്, ആരോഗ്യമുള്ള ചിന്തകളിൽ നിന്ന് നല്ല പ്രവർത്തികള്, നല്ല പ്രവർത്തികളിൽ നിന്ന് നല്ല പ്രവർത്തിയുടെ ഫലങ്ങള്, കർമ്മഫലങ്ങള്, നല്ല കർമ്മഫലങ്ങളിൽ നിന്ന് സമൂഹത്തില് നല്ല മാറ്റങ്ങള്. മനസ്സിലായി? നല്ല ശരീരം, നല്ല മനസ്സ്, നല്ല ചിന്ത, നല്ല കർമ്മം, നല്ല കർമ്മഫലം, നല്ല മാറ്റം. മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? നല്ല ശരീരം, ഒരിക്കൽ കൂടി, അത് കഴിഞ്ഞിട്ട് നല്ല മനസ്സ്, മനസ്സിൽ നിന്ന് നല്ല ചിന്തകള്, നല്ല ചിന്തകളിൽ നിന്ന് മോഡിഫിക്കേഷന്റെ മുമ്പ് പറഞ്ഞ 2 ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? അഡീഷനും ഡെലീഷൻ. ഈ 3ാമത്തെ കാൽഭാഗം എവിടെ നിന്നാ കിട്ടുക? മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട്. എത്ര വയസ്സുവരെ നമ്മൾ ജീവിക്കുന്നുണ്ട്? എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട്? ഒരു ദിവസം എത്ര ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്? ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഏത് 2ന്റെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നേ? ഡി ഓഫ് ബിക്കും ഡി ഓഫ് ഡിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം. 2 ചോദ്യത്തിലെ 2ാമത്തെ ചോദ്യം
എക്സലന്റ്. യു റിമെമ്പർ ദാറ്റ്. മനസ്സിലാവുന്നുണ്ടില്ലേ? അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ കേൾക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ളതാ? റേഡിയോയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ടിവിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അമ്മയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അധ്യാപകരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, സഹപ്രവർത്തകരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, CD-യിൽ നിന്ന് കേൾക്കുന്നുണ്ട്, കാസറ്റിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പലതും കേൾക്കാറുണ്ട്. ഈ കേൾക്കുന്നതെല്ലാം നമ്മളിൽ കുറേശ്ശെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നല്ലതും കേൾക്കുന്നുണ്ട്, ചീത്തയും കേൾക്കുന്നുണ്ട്. നല്ലതും കേൾക്കണം, ചീത്തയും കേൾക്കണം. കാരണം എന്താ? നല്ലത് കേട്ട് മനസ്സിലും പ്രവൃത്തിയിലും മാറ്റം ഉണ്ടാവണം. ചീത്തകൾ കേട്ട്, തിന്മകൾ കേട്ട് അത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകരുത് എന്ന് അറിയാൻ അവസരം തിന്മകളും കേൾക്കുമ്പോഴാണ്. നന്മകൾ കേൾക്കണം, തിന്മകൾ കേൾക്കരുത് എന്നല്ല, ജീവിതത്തിൽ പകർത്തരുത്. മനസ്സിലാവുന്നുണ്ട്? തിന്മകൾ കേൾക്കണം. എങ്ങനെയാ തിന്മകൾ തിന്മകളാണെന്ന് അറിയാം? കേൾക്കാതെ എങ്ങനെയാ അറിയാൻ സാധിക്കുക? അതുകൊണ്ട് എല്ലാ തരത്തിലുള്ളതും കേൾക്കുമ്പോൾ ഓർമ്മിക്കാം, 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം എഴുതുന്നത്. 10 പ്രാവശ്യം എഴുതുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം കേൾക്കുന്നത്. 10 പ്രാവശ്യം കേൾക്കുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം കാണുന്നത്. മനസ്സിലായി? 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യം, 10 പ്രാവശ്യം എഴുതുന്നതിന് തുല്യം, 100 പ്രാവശ്യം എഴുതുന്നതിന് തുല്യം 1 പ്രാവശ്യം കാണുന്നത്. എക്സലന്റ്. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുത്തു നിങ്ങളല്ലേ? വെരി ഗുഡ്. അപ്പോ 10 പ്രാവശ്യം കാണുന്നതിന് തുല്യമാണ്, 10 പ്രാവശ്യം കാണുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം കണ്ടുകൊണ്ട് കേൾക്കാം. 1 പ്രാവശ്യം കണ്ടുകൊണ്ട് കേൾക്കാം. ഡിസ്കവറി ചാനല്, നാഷണൽ ജിയോഗ്രഫി ചാനല്, അനിമൽ പ്ലാനറ്റ് ചാനല്, സമയം കിട്ടുകയാണെങ്കിൽ പോഗോ ചാനല് കാണാം. അതെന്തിനാത്? ചിരിക്കാൻ. ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ചിരിക്കണ്ടേ? അതല്ലേ ജീവിതം. അപ്പൊ യഥാർത്ഥത്തില് കണ്ടുകൊണ്ട് കേൾക്കാം. TV-യിൽ നിന്ന് മനസ്സിലാവും. ചില റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട്, ഇന്നലെ അടിച്ചു കലക്കി ഏഷ്യാനെറ്റിലോ അവരുടെ TV-യിലോ മറ്റോ ഉണ്ടായിരുന്നു, ഈ തലമുടി ഭൂതം മാതിരിയുള്ള ഒരു പാർട്ടിയുണ്ട്. അയാളിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ അടിച്ച് കലക്കിയിട്ട് മിനിങ്ങാന്ന് വരെ പാട്ടുപാടിയ മനുഷ്യൻ ഇന്നലെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടാ പാടിയത്. ഏത് തരത്തിലുള്ള പാട്ടും ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് അയാൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളും സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പാകത്തിന് വളരണം. ഒരു സംഗീതജ്ഞൻ അടിപൊളി സൗദി അറേബ്യൻ പാട്ടും പാടും, പോപ്പ് മ്യൂസിക്കും പാടും, മൈക്കൽ ജാക്സനെ പോലെ. അതേപോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള മുഹമ്മദ് റാഫിയുടെ പാട്ടും പാടും, P. സുശീലയുടെ പാട്ടും പാടും. അതല്ലേ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ചെയ്ത്. ഈ റിയാലിറ്റി ഷോ കാണുമ്പോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാ. ചിലപ്പോ ചിലര് ജഡ്ജസ് ഒക്കെ പറയും വളരെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാം? താങ്ക് യു സർ, കയ്യൊക്കെ കൂപ്പിയിട്ടാ പറയാം. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇന്നലെ ആ സ്റ്റേജിൽ കയറിയ ഓരോ കുട്ടിയും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്റ്റേജ് തൊട്ട് തലയിൽ വെക്കാറുണ്ടായിരുന്നു. സ്റ്റേജ് തൊട്ട് തലയിൽ വെച്ചിട്ടാ. ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ഒന്നും വ്യത്യാസമില്ല. ഈ സ്റ്റേജ് തൊട്ട് തലയിൽ വെച്ചിട്ട് പിന്നെ പാട്ടുപാടാൻ പോകുമ്പോ കിട്ടുന്ന ആത്മീയമായ ആത്മവിശ്വാസം, അതൊക്കെ കണ്ടുപഠിക്കണം. എന്നിട്ട് എല്ലാ ജഡ്ജിമാരും എങ്ങനെയാ പറയാ? അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, വളരെ അസലായിട്ടുണ്ട്. പിന്നെ ചരണത്തിലെ 3ാമത്തെ അക്ഷരം പോയിട്ടുണ്ട്. പിന്നെ ഏതാണ്? അവസാനത്തെ വരിയില് ഇങ്ങനെ പാടണം. ഉഷാ ഉതുപ്പെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവർ കരയുമായിരുന്നു. അപ്പുറത്തുള്ളവർ കരയുന്നതിനേക്കാളും ആദ്യം കരയുന്നത് ഇവരാ. അപ്പൊ യഥാർത്ഥത്തില് ഇതെല്ലാം കണ്ടുപഠിക്കാനുള്ളതാണ്. ഹൗ ദേ റെസ്പോണ്ട് ടു ദ സിസ്റ്റം വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. അതില് ശ്രുതിയെക്കുറിച്ചും രാഗത്തെക്കുറിച്ചും ഹരിഹരൻ പാടിയതിനെ കുറിച്ചും ലീലാമ്മ പാടിയതിനെ കുറിച്ചും ഏത് സിനിമയിലാണെന്നുള്ളതിനെ കുറിച്ചും ഏത് ആരാ എഴുതിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സ്പോട്ടിലാണ് അവർ പറയുന്നത്. അപ്പൊ അറിവ് ഫിംഗർ ടിപ്സിലാണ്. അറിവ് എവിടെയുള്ളത്? ഫിംഗർ ടിപ്സിലാണ്. ഇത് ആവാൻ നിങ്ങൾക്ക് സാധിക്കണം, പുറകിലുള്ളവർക്ക്. കാരണം
ഏത് വിഷയമാണോ കേൾക്കുന്നത് പൂർണ്ണമായിട്ടും കേൾക്കുക, കേട്ടത് മനസ്സിൽ ആക്കുക, മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താം, ജീവിതത്തിൽ പകർത്തി മാറ്റം ഉണ്ടാവുക. മനസ്സിലായി? 4 കാര്യം. പൂർണ്ണമായിട്ടും കേൾക്കുക, കേട്ടത് മനസ്സിലാക്കുക, മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തുക, ജീവിതത്തില് മാറ്റം ഉണ്ടാക്കുക. മനസ്സിലാവുന്നുണ്ട്? എത്ര പ്രഭാഷണം കേട്ടു എന്നുള്ളത് ഇമ്പോർട്ടന്റ്, കേട്ടതിൽ എത്ര മനസ്സിലായി എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്, മനസ്സിലായതിൽ എത്ര ഓർമ്മിക്കുന്നുണ്ട് അതിനേക്കാളും ഇമ്പോർട്ടന്റ്, ഓർമ്മിച്ചതിൽ എത്ര ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് അതിനേക്കാളും ഇമ്പോർട്ടന്റ്, ജീവിതത്തിൽ പകർത്തിയപ്പോ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും ഇമ്പോർട്ടന്റ്, നമ്മളിലുണ്ടായ മാറ്റം കണ്ടിട്ട് മറ്റുള്ളവരിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞതിന്റെ സ്പീഡ് കൂടിയോ ഇല്ല? മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ. യഥാർത്ഥത്തില് എത്ര പ്രഭാഷണം കേട്ടിട്ടുണ്ട്, അതിലെത്ര മനസ്സിലായിട്ടുണ്ട്, അതിലെത്ര ഓർമ്മിക്കുന്നുണ്ട്, അതിലെത്ര ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, പകർത്തിയപ്പോ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് കണ്ടിട്ട് മറ്റുള്ളവരില് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറയുന്ന പോയിന്റുകളാണ്, സിമ്പിൾ പോയിന്റുകളാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, കഴിയുന്നത്രയും കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ നമ്മളിൽ മാറ്റം വരുള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ട് കണ്ണിനും വായിക്കും അടപ്പുണ്ട്, ചെവിക്ക് അടപ്പില്ല. അപ്പൊ കേട്ടേ മതിയാവും. ആ കേൾക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കാം. ഹിയറിംഗ് അല്ല ലിസണിങ്. ഹിയറിംഗ് അല്ല വേണ്ടത്, ലിസണിങ്. മനസ്സിലായി? ലിസണിങ് ആണ് വേണ്ടത്. അപ്പൊ ഇത് ആ ലിസൺ ചെയ്താൽ 1 മണിക്കൂർ നിങ്ങൾ കേട്ടാൽ 40 പോയിന്റെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അത് വാർത്തയായാലും ഏതായാലും. അതുകൊണ്ട് ഞാൻ